കഴിഞ്ഞ 5 വർഷത്തിനിടെ 1100-ലധികം പേര് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അതാണ് കേരളം. പിന്നെ വൈദ്യുതി മേഖലയിലും വളം മേഖലയിലും അങ്ങനെയുള്ള നിരവധി മേഖലകളിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ലാപ്സാക്കി എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. സ്ഥാനമേറ്റപ്പോൾ 9 വർഷം മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നത് ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷനുകൾ, ധാരാളം ക്ഷേമ പെൻഷനുകളും ക്ഷേമ സമിതികളും ഒക്കെ ഉള്ള സംസ്ഥാനമാണ് കേരളം. ഇന്നിപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കണമെങ്കിൽ നേരത്തെ ക്ഷേമ പെൻഷൻ കൊടുത്ത വകയിൽ സംസ്ഥാന സർക്കാരിനുള്ള കടം 30,000 കോടി രൂപയാണ്. ഈ 30,000 കോടി രൂപ തിരിച്ചടയ്ക്കാത്ത പക്ഷം ഇനി മുന്നോട്ട് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് സംസ്ഥാനത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നത്.